ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹെവിലി മന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സർവശക്തനാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ സൗഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നാം ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയേയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നാം വായിക്കുവാനിടയായത്. നാം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ വായിച്ചതായ വേദഭാഗത്തിലെ ചില പദങ്ങൾ പ്രവചന ശബ്ദമായി നിങ്ങളോട് അറിയിക്കുവാൻ പരിശുദ്ധനാം ദൈവത്തിന് പദ്ധതിയുണ്ട്. നാം വായിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളാണ്. അവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നു, യേശു കർത്താവിനെ തിരയുന്ന ഇടയന്മാരെ നമുക്ക് അവിടെ കാണുവാനായി കഴിയുന്നു. യേശു ക്രിസ്തുവിൻ്റെ തിരുപിറവിയെങ്കിൽ യേശുവിനെ തിരഞ്ഞ 3 കൂട്ടരെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. അതിലൊരു കൂട്ടരാണ് ഇടയന്മാർ. അവർ യേശുവിനെ തിരയാനുണ്ടായ സംഭവമാണ്, സാഹചര്യമാണ് നാം വായിച്ച വാക്യത്തിനകത്ത് കിടക്കുന്നത്. ആ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ കൊണ്ടുപോകാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് പറഞ്ഞു. ഇവിടെ എഴുതിയിരിക്കുന്നു, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ദൂതുമായി അവരുടെ അരികിൽ കടന്നു വരുന്നു. സ്വർഗീയ ദൂത് ഇടയന്മാർക്ക് കൈമാറിയ ശേഷം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദൂതന്മാർ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. അനന്തരം അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് 15-ാമത്തെ വാക്യത്തിനകത്ത് കാണുവാൻ കഴിയുന്നത്. സ്വർഗീയ ദൂത് കേട്ട ഇടയന്മാർ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒന്നാമത് അവർ തമ്മിൽ പറഞ്ഞു. എന്താണ് അവർ തമ്മിൽ പറഞ്ഞത്? നിരാശയുടെ പദങ്ങളെയല്ല. സ്വർഗീയ ദൂത് കേട്ടവർ തമ്മിൽ ദൈവം അവരോട് പറഞ്ഞ ദൂതിനെ കാണണമെന്ന് തമ്മിൽ പറയുവാനിടയായി. എങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളായിരിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധനാം ദൈവം നിങ്ങൾക്ക് ഒരു ദൈവിക ദൂത് കൈമാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിനകത്ത് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ നിരാശപ്പെടുത്തുന്ന സംഭവങ്ങളായിരിക്കാം. നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തത്, നിങ്ങൾ ഒരിക്കലും കാണണമെന്ന് ആഗ്രഹിക്കാത്തത്, നിങ്ങൾ ഒരിക്കലും കേൾക്കണമെന്ന് ഹല്ലേലൂയ ഹൃദയത്തിൽ നിരൂപിക്കാത്തതായ പല നിരാശപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾക്കകത്തുകൂടെ നിങ്ങൾ ഒരുപക്ഷെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധനാം ദൈവം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ദൂത് വിളിച്ചു പറയുന്ന ഇതാണ്: നിങ്ങൾ ദൈവത്തിൽ നിന്നും ഒരു സ്വർഗീയ ദൂത് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ദൂതന്മാരെ പോലെ കഴിഞ്ഞ നാളുകളിൽ പ്രവാചകന്മാരെയോ ഏതെങ്കിലും ദൈവദാസന്മാരെയോ ദൈവദാസിമാരെയോ നിങ്ങളുടെ അരികിലേക്ക് ദൈവം അയച്ചിട്ടും നിങ്ങളോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരി നിന്റെ കുഞ്ഞിനെ കുറിച്ച്, സഹോദരൻ നിന്റെ കുടുംബത്തെ കുറിച്ച്, നീ ആയിരിക്കുന്ന സാഹചര്യത്തെ കുറിച്ച്, നിന്റെ ഉപജീവന മണ്ഡലത്തെ കുറിച്ച്, നിന്റെ തലമുറയുടെ വിവാഹ ജീവിതത്തെ കുറിച്ച്, നീ ഏത് വിഷയത്തിനാണോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധനാം ദൈവം നിന്നോട് ദൂത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെല്ലാം നിരാശജനകമാകുന്ന സന്ദർഭത്തിനകത്തുകൂടെയാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നുണ്ടെങ്കിലും, നിരാശപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളെ കണ്ട് നിരാശരായി ഭവനത്തിനകത്തിരുന്ന് നിരാശയുടെ പദങ്ങളെ തമ്മിൽ പറയുന്നതിന് പകരം ഇന്ന് പകൽക്കാലം മുതൽ നിങ്ങൾ നിങ്ങളുടെ അധരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം കൈമാറിയ ആ ദൈവിക ദൂതിനെ സംസാരിക്കുക. നിങ്ങളുടെ ഭവനത്തിനകത്ത് കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കിയപ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങൾക്കൊരു വചനത്തെ തന്നിട്ടുണ്ടോ? ഒരു വചനദൂതിനെ തന്നിട്ടുണ്ടോ? ഒരു വചന വെളിപ്പാടിനെ ദൈവം നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ? എങ്കിൽ നിരാശയുടെ പദങ്ങൾ പറയുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ആ ഭവനത്തിനകത്ത് പ്രത്യാശ ജനിപ്പിക്കുന്ന കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധനാം ദൈവം കൈമാറി തന്ന ദൈവവചനത്തെ, കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധനാം ദൈവം തന്റെ ഭക്തന്മാരുടെ ഭക്തമതികളുടെ അറിയിച്ച ദൈവിക ദൂതിനെ
ഭവനത്തിനകത്ത് പറയുക, അല്ല ഭാര്യയും ഭർത്താവും തമ്മിൽ പറയുക, അപ്പനും മക്കളും തമ്മിൽ പറയുക, നിങ്ങളുടെ ഭവനത്തിനകത്ത്, ഹാലലിയും നിങ്ങളുടെ സഭയ്ക്കകത്ത്, നിങ്ങളായിരിക്കുന്ന ഏത് മേഖലയിലാണോ അവിടെ നിങ്ങൾ ദൈവം നിങ്ങളോട് അറിയിച്ച ദൈവിക ദൂതുകളെ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക. ചെവിത്തലയ്ക്കൽ ഒരുപക്ഷെ പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തുന്ന പദങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. ആ പിശാചിനെ നോക്കി വിളിച്ചു പറ, നീ പോടാ പിശാച്, എന്നോട് ദൂത് പറഞ്ഞത് എന്റെ ദൈവമാണെങ്കിൽ ദൈവം പറഞ്ഞ ദൂതിനെ നിവർത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിന്റെ തലമുറ ഒരുപക്ഷെ വിദേശത്തായിരിക്കാം, ഒരുപക്ഷെ നിന്റെ തലമുറ വിദൂരങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കാം. പഠനത്തോടുള്ള ബന്ധത്തിലോ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലോ ഉപജീവനത്തോടുള്ള ബന്ധത്തിലോ വിദൂരങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കാം. മാതാവേ, നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ നിന്റെ തലമുറയെ ഫോൺ ചെയ്യുക. വിശ്വാസത്തോടെ തലമുറയെ നോക്കി പറ, മകളെ നീ കരയണ്ട, മകനെ നീ നിരാശപ്പെടണ്ട, കുഞ്ഞെ നീ ആലേലിയെ ഭാരപ്പെടണ്ട. നമ്മളോട് പണ്ട് ദൈവം പറഞ്ഞ ദൂതിനെ നിനക്ക് ഓർമ്മയുണ്ടോ? ഇതാ ദൈവം പറഞ്ഞ ദൂത്, നിന്നെ മാനിക്കുമെന്ന്, നിന്റെ അവസ്ഥകളെ ദൈവം മാറ്റുമെന്ന്. നീ ചില പ്രയാസങ്ങളുടെ കടന്നു പോകേണ്ടതായിട്ട് കടന്നു വരും, എങ്കിലും ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്നെ മുക്കിക്കളയുവാൻ, ആ പ്രതിസന്ധി നിന്നെ ദഹിപ്പിച്ചു കളയുവാൻ അനുവദിക്കത്തില്ലെന്ന് പരിശുദ്ധനാം ദൈവം നമ്മോട് അറിയിച്ച ദൈവിക ദൂത് നിനക്ക് ഓർമ്മയുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ അത് തലമുറകളോട് കൈമാറ്. നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ചെങ്കടലായാലും, നിന്റെ മുമ്പിൽ നിൽക്കുന്നത് യെരിഹോവിന്റെ കോട്ടയായാലും, നിന്റെ മുമ്പിൽ നിൽക്കുന്നത് മരണ യോർദാനായാലും, കുഞ്ഞേ, ഭർത്താവേ, പ്രിയ, ഹല്ലേലൂയ, സ്തോത്രം, ഭാര്യയോട് വിളിച്ചു പറ, ഹല്ലേലൂയ, നീ ഭയപ്പെടണ്ട കുഞ്ഞേ, നീ ഭയപ്പെടണ്ട. നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്തിന്റെ പദങ്ങളെ പറ. നിന്റെ ആദരത്തിൽ നിന്നു ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ പദങ്ങൾ പുറത്തു വരുമ്പോൾ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഹല്ലേലൂയ പൈശാചിക വെല്ലുവിളികൾ ഇന്ന് പകൽക്കാലം തകരുവാനിടയാകും. വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ഉടലവ ശംദൽ ഖൗഡാരഗച്ചസിയാരെ യെഹസ്കേലിനെ ദൈവം ഹല്ലേലൂയ, സ്തോത്രം, താഴ്വരയിൽ കൊണ്ടു നിർത്തിയിട്ട് ചോദിച്ചു, ഈ കിടക്കുന്ന അസ്ഥികൂടങ്ങൾ ജീവിക്കുമോ? ചിതറിക്കിടക്കുന്ന ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൂടത്തെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം പരിശുദ്ധ ആത്മാവ് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. ഒരിക്കലും ഉയർന്നു വരുവാൻ സാധ്യതയില്ലാതെ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന അസ്ഥിയെ നോക്കി നീ പ്രവചിക്കാൻ തയ്യാറാണോ? അടബലവ ശബ്ദം നിന്റെ അതരത്തിൽ ദൈവ വചനത്തെ തരും, നിന്റെ അതരത്തിൽ ദൈവം ദൂതിനെ തരും. ആ ദൂതിനെ വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് ആ വചനത്തെ നീ ആ അസ്ഥിയെ നോക്കി, ഉണങ്ങിക്കിടക്കുന്ന വിഷയത്തെ നോക്കി, ഉയർക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലത്തെ നോക്കി നീ വിശ്വാസത്തോടെ പ്രവചിക്കാൻ തയ്യാറാകുക. എന്റെ ദൈവം അതിനെ അത്ഭുതമാക്കി ഒരു സൈന്യമാക്കി എഴുന്നേൽക്കുവാൻ വിശ്വസ്തനാണ്. അടകം ബൗഷമനാദരഗച്ഛസി. ഈ 2024 ദൈവം നിന്നെ കാണിച്ചത് 2023 അവസാനിച്ചതുപോലെ നിരാശയോടുകൂടെ അവസാനിപ്പിക്കാനല്ല. 23 അവസാനിക്കുന്നത് വരെയും നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു വിടുതൽ സംഭവിക്കുമെന്ന്. 23 അവസാനിച്ചപ്പോഴും നീ ആഗ്രഹിച്ച വിടുതലുകൾ നിന്റെ ഭവനത്തിനകത്ത് നടന്നില്ലെന്ന് വെച്ച് എല്ലാം അവസാനിച്ചു എന്നല്ല കുഞ്ഞേ. നിന്റെ മൂക്കിൽ ശ്വാസം തന്ന് നിന്നെ ജീവനോടെ ഈ ഭൂമണ്ഡലത്തിൽ ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം കാണണമെന്നും ഈ ദിവസം കാണണമെന്നും പലതും ചെയ്യണമെന്നും ആഗ്രഹിച്ച അനേകരുടെ ജീവിതത്തിൽ ലഭിക്കാത്തൊരവസരത്തെ പരിശുദ്ധനാം ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കഴിഞ്ഞൊരു കൊല്ലം കഴിഞ്ഞു പോയതുപോലെ നിന്റെ ജീവിതത്തിൽ ഈ വർഷം അവസാനിക്കുമെന്നല്ല. കഴിഞ്ഞ കൊല്ലം നടക്കാത്ത ചില വിടുതലുകളെ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ നിന്റെ ഭവനത്തിനകത്ത് ചെയ്തെടുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. പലവട്ടം ശ്രമിച്ചിട്ടും, പലവട്ടം പരീക്ഷകൾ എഴുതിയിട്ട്, പലവട്ടം ശ്രമിച്ചിട്ടും തുറക്കാത്ത വാതിലുകളെ നിന്റെ മുമ്പിൽ ദൈവം തുറന്നു തരൂ. നീ പല ശ്രമങ്ങൾ നടത്തി, പല വാതിലുകൾ നീ മുട്ടി നോക്കി, പല പ്രാവശ്യം നീ എക്സാമുകൾ അറ്റൻഡ് ചെയ്തു, പരാജയത്തിന്റെ പുറകെ പരാജയം മാത്രം നീ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ദൈവാത്മാവ് കുഞ്ഞ് നിന്നെ നോക്കി, സഹോദരി നിന്നെ നോക്കി പരിശുദ്ധാത്മാവിനാൽ ദൈവാത്മാവ് ആലോചന പറയുന്നു, നിരാശപ്പെടണ്ട. നിന്റെ അടുത്ത അറ്റംപ്റ്റ് ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നതാണ്. നിന്റെ യോഗ്യത കണ്ടിട്ടല്ല, നിന്റെ പഠിത്തത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, പക്ഷെ നിന്നോട് കിടക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. അത് നിറവേറ്റുവാൻ പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ദൈവം അത് നിന്റെ ഭവനത്തിനകത്ത് ചെയ്തെടുക്കാൻ പോകുന്നു. വിശ്വാസത്തോടെ ഈ ദൂതിനെ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുക. കഴിഞ്ഞ കൊല്ലം ഡിസംബർ 31
പെട്ടെന്ന് അവസാനിക്കുന്നതിന് മുന്നമേ നിന്റെ മകളുടെ നിന്റെ മകന്റെ വിവാഹ ജീവിതം വിവാഹത്തിലേക്ക് വിവാഹം നടക്കണമെന്ന് നീ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആഗ്രഹിച്ചതുപോലെ പല ആലോചനകൾ കടന്നു വന്നു എങ്കിലും അതൊന്നും അതിന്റെ സമാപ്തിയിലേക്ക് എത്തിയില്ല. പകുതി വഴിയിൽ എവിടെയൊക്കെയോ വെച്ച് ഉപേക്ഷിക്കപ്പെട്ടു പോയി എന്ന് കണ്ട് നീ നിരാശപ്പെട്ടു പോകണ്ട. നീ ചിന്തിച്ചതിനേക്കാളും നീ സ്വപ്നം കണ്ടതിനേക്കാളും നീ സങ്കല്പിച്ചതിനേക്കാളും ഹല്ലേലൂയ ശ്രേഷ്ഠവും മനോഹരവുമായ മറ്റൊന്ന് എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. എന്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ എൻ്റെ മുമ്പിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ വിശ്വസ്തനാണ്. യേശുവിന്റെ നാമത്തിൽ തമ്മിൽ പറയുക, ദൈവം കഴിഞ്ഞ നാളുകൾ നിങ്ങളോട് അറിയിച്ച ദൈവിക ദൂതുകളെ. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ ഈ ദൂതിനെ ഏറ്റെടുക്കുക. ഇടയന്മാർ സ്വർഗത്തിൽ നിന്നും അവരെ കേട്ട ദൂതിനെ തമ്മിൽ പറഞ്ഞു. 2 ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ്. അവർ എന്താ തമ്മിൽ പറഞ്ഞത്? നമുക്കത് പോയി കാണണം. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഞാനത് കാണുമെന്ന്? എന്നോട് ദൈവം പറഞ്ഞത് ഞാൻ കാണുമെന്ന്. അന്യ കണ്ണാലല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ കാണുമെന്ന്. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിനത് സംഭവിക്കുമെന്ന്. ഞാൻ മരിച്ചതിന് ശേഷമല്ല, ഞാൻ ജീവനോടിരിക്കുമ്പോൾ കാണേണ്ടത് ഞാൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ കാണുമെന്ന്. നഷ്ടപ്പെട്ടത് മടങ്ങി വരുമെന്ന്. പിന്മാറിപ്പോയതിനെ ദൈവം മടക്കി വരുത്തുമെന്ന്. ദൈവസന്നിധിയിൽ അകന്നു പോയതിനെ ദൈവം കൂട്ടി വരുത്തുമെന്ന്. ഹല്ലേലൂയ. അടിച്ചു പറങ്ങി ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെ ദൈവം മടക്കി കൊണ്ടുവരുമെന്ന് ഇന്ന് പകൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ, ഹല്ലേലൂയ, നിങ്ങളുടെ അകത്തളങ്ങളിൽ വിശ്വാസമുണ്ടോ എങ്കിൽ ഇന്ന് പകൽക്കാലം എന്നോടുകൂടെ ചേർന്ന് നിങ്ങൾ പറയേ, എൻ്റെ ദൈവം ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ എന്നോട് പറഞ്ഞ ചില വിടുതലുകളെ അത് ചെയ്തെടുക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അതിനെ കാണാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ സ്വർഗം എനിക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കുകയാണ്. കാണും. ഇന്ന് പകൽ വിശ്വാസത്തോട് പറയാം, നമ്മൾ കാണുമത്. യേശുവിന്റെ നാമത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ. തക്ക സമയത്ത് തന്നെ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇല്ലെന്ന് ശത്രു എത്രമാത്രം വെല്ലുവിളിച്ചാലും അതിനെ എന്റെ ഭവനത്തിൽ കൊണ്ടുതരാ. എന്റെ വിടുതൽ എവിടെയാണോ സംഭവിക്കേണ്ടത് ആ മണ്ഡലത്തിൽ എനിക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുവാ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഞാനത് കാണും. എന്റെ തലമുറ അത് കാണും. എന്റെ കുടുംബത്തിലുള്ളത് കാണും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. വിശ്വാസത്തോട് പറ. ദുഷ്ടപിശാച് എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, എൻ്റെ തലമുറയോട് അക്കമിട്ട് എണ്ണമിട്ട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കുന്നത് കാണുമ്പോൾ ദുഷ്ടം ദുഃഖിക്കും, ദുഷ്ടപിശാച് വ്യസനിക്കും. വാഗ്ദത്തങ്ങൾ നടക്കാതിരിക്കാൻ, നടപ്പിൽ കടന്നു വരാതിരിക്കാൻ ഹല്ലേലൂയ മാനുഷിക മണ്ഡലങ്ങളെ കൂട്ടുപിടിച്ച് പൈശാചിക മണ്ഡലങ്ങൾ എന്തൊക്കെ പദ്ധതികൾ ഒരുക്കിയാലും ഇന്ന് പറയേ, പിശാചിനോടുകൂടെ നിന്നുകൊണ്ട് എനിക്കെതിരെ പ്രവർത്തിച്ച മാനുഷിക മണ്ഡലങ്ങളും അത് കണ്ട് വ്യസനിക്കാൻ പോവുകയാണ്. പറഞ്ഞത് ദൈവമാണോ അത് നിവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞ ദൈവമാണ്. വാഗ്ദത്തം തന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം വാക്ക് മാറുകയില്ല. മനുഷ്യനാണ് വാക്ക് തന്നതെങ്കിൽ ഒരുപക്ഷെ വാക്ക് മാറും. കാരണം മനുഷ്യൻ നമ്മളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞെന്ന് വരാം, പക്ഷെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കാൻ പറയുന്നവനല്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ദൈവം നമ്മെ കാണിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില മറുപടികൾ നമ്മുടെ കരത്തിൽ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില വിടുതലുകളിലേക്കും നിങ്ങളെ കൊണ്ടുപോകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതല്ല, അപ്പോഴത്തേക്ക് തടിതപ്പാൻ വേണ്ടി പറഞ്ഞതല്ല. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ച് ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങളോട് ഇടപെട്ട ആ ദൈവവചനം അത് സത്യമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി ഹല്ലേലൂയ ദിവസങ്ങളിൽ ഭവിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞുകൊണ്ട് ഈ ദൂതിനെ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. നമ്മൾ അത് കാണും.
യാക്കോബിനെ നോക്കി ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു രാജ്യമാക്കും, ഇസ്രായേൽ എന്ന രാജ്യം. ഓ രാബ, ഒരു ഭവനത്തിൻ്റെ അകത്ത്, 4 ചുമരുകൾക്കകത്ത് അമ്മയുടെ സാരി തുമ്പിൽ ചുറ്റി നടന്ന യാക്കോബിനെ നോക്കി ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇവനെ ആരാക്കണം? ഇസ്രായേൽ ആക്കണമെന്ന പദ്ധതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യാക്കോബിനെ ദൈവം ഇസ്രായേൽ ആക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നോടും നിങ്ങളോടും ദൈവം പറഞ്ഞിരിക്കുന്നത് അത്ര വലിയ ദൂതൊന്നുമല്ല. നിങ്ങളെ രാജ്യമാക്കാമെന്നോ നിങ്ങളുടെ പട്ടണമാക്കാമെന്നൊന്നും ദൈവം പറഞ്ഞില്ല. ദൈവം എന്നെയും നിങ്ങളെയും നിങ്ങളുടെ തലമുറയൊക്കെ ഒരുപക്ഷെ നോക്കി പറഞ്ഞത്, നിന്റെ തലമുറയ്ക്ക് ഞാൻ നല്ലൊരു കുടുംബജീവിതം കൊടുക്കോ, നിന്റെ തലമുറയെ അവർക്ക് വേണ്ടി ഞാൻ ഉപജീവനത്തിന് വേണ്ടി ഒരു വഴി തുറക്കോ, അല്ലെങ്കിൽ അവരെ ഞാൻ ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് മാനിക്കോ, എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ടത് അവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കോ, ശുശ്രൂഷയിൽ ഞാൻ നിന്നെ ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കോ, നിനക്ക് വേണ്ടി വഴികൾ വാതിലുകൾ തുറന്നു തരൂ. നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മീത് എന്റെ കരം ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്രയോ ആളുകൾ യാക്കോബിനോട് പറഞ്ഞിരിക്കുന്ന ദൂത് വെച്ച് നോക്കുമ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്ന ദൂതുകൾ അത് വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം അന്തരമുണ്ട്. എത്രയോ നിസ്സാരമായ ദൂതുകളാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം യാക്കോബിനെ രാജ്യമാക്കാമെന്ന് പറഞ്ഞ ദൈവം അവനെ രാജ്യമാക്കിയെങ്കിൽ കുഞ്ഞെ, നിന്നോട് പറഞ്ഞ ദൂതിനെ നിവർത്തിക്കാതിരിക്കാൻ എന്റെ ദൈവത്തിന് കഴിവില്ലേ? ഇന്നത്തെ അസാധ്യതകളെ നോക്കി ദൈവത്തിന്റെ ശേഷിയെ നീ കുറച്ചു കാണാതെ, പറഞ്ഞ ദൈവം മറന്നുപോയോ എന്ന് ചിന്തിക്കാതെ, ദൈവം മൗനമായിരിക്കുന്നു എന്ന് നീ നിരാശപ്പെടാതെ, നിന്റെ വിഷയത്തിന് ദൈവം ഒരു ഡേറ്റ് തന്റെ കലണ്ടറിനകത്ത് കുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ദൈവം പറഞ്ഞത് നിന്റെ കുടുംബത്തിനകത്ത് ചെയ്തെടുക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. വിശ്വാസത്തോടെ ഈ ദൂതിനെ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. നിന്നോട് പറഞ്ഞ ദൂത്, നിന്റെ കുടുംബത്തോട് പറഞ്ഞ ദൂത്, നിന്റെ തലമുറയോട് പറഞ്ഞ ദൂത് അത് നിവർത്തിപഥത്തിൽ എത്താൻ പോകുന്നു. 2024 വിടുതലിന്റെ വർഷമായി, വാഗ്ദത്തം നിവർത്തിയുടെ വർഷമായി, നിന്റെ തലമുറയുടെ ഉയർച്ചയുടെ വർഷമായി, ഹല്ലേലൂയ. നാളുകളായി ശ്രമിച്ചിട്ട് നടക്കാത്ത നിന്റെ തലമുറയുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വർഷമായി, കുടുംബജീവിതത്തിന്റെ തകർച്ചയിൽ കിടക്കുന്നത് വീണ്ടും ഹല്ലേലൂയ അവരുടെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയിലേക്ക് ദൈവം വീണ്ടും കരം പിടിച്ച് നടത്തുന്ന വർഷമായി, ഉപജീവനത്തിന്റെ വഴികൾ പലതും മുട്ടിനോക്കിയിട്ട് എല്ലാം കഴിഞ്ഞ നാളുകൾ അടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവാത്മാ പറയുന്ന ഈ നാളുകളിൽ അത് തുറക്കപ്പെടുന്ന വർഷമായി, ശുശ്രൂഷയ്ക്ക് വേണ്ടി നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടുന്ന വർഷമായി ഹല്ലേലൂയ എന്റെ ദൈവം ചെയ്തെടുക്കാൻ പോകുന്നു. വിശ്വസിച്ച് ഇന്ന് പകൽക്കാലം ഈ ദൂതിനെ ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന ദൈവജനത്തോട് അറിയിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. റീമാനബശംദന. അപ്പനായിരിക്കുന്ന ദാവീദിനോട് പറഞ്ഞ ദൂത് മകനായിരിക്കുന്ന ശലോമോന്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഹല്ലേലൂയ സ്തോത്രം അന്യദേശത്തുള്ള വിദഗ്ധന്മാരായ മരം വെട്ടുകാരെ ഹല്ലേലൂയ ശലോമോന് വേണ്ടി ഒരുക്കി കൊടുത്തു. അപ്പനായിരിക്കുന്ന ദാവീദിനോടാണ് ദൂത് പറഞ്ഞത്. മകനായിരിക്കുന്ന ശലോമോനിലൂടെ ഹല്ലേലൂയ ഞാൻ എൻ്റെ ആലയത്തെ പണിയും. ആലയ പണിക്ക് വേണ്ടി വിദഗ്ധന്മാരായ മരം വെട്ടുകാരെ അയൽ രാജ്യത്ത് ദൈവം ശലോമോന് വേണ്ടി ഒരുക്കി കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രവചനാത്മാവിനാൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ആലോചന പറയാ. നിനക്ക് വേണ്ടി എവിടെയാണോ ചില വിദഗ്ധന്മാർ നിനക്ക് വേണ്ടി എവിടെയാണോ ചില വിദഗ്ധന്മാർ നിനക്ക് അനുകൂലമായി മാറേണ്ടത്, അവരെ ദൈവം അവിടെ നിനക്ക് അനുകൂലമാക്കി മാറ്റും. വിശ്വസിച്ച് ഇന്ന് പകൽക്കാലം ഈ ദൂതിനെ ഏറ്റെടുക്കുക. ചില ശക്തന്മാരെ നിങ്ങൾക്ക് അനുകൂലമാക്കി നിന്റെ തലമുറയുടെ പേപ്പർ ചലിപ്പിക്കാൻ നീ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ അയാളിൽ ഏത് രാജ്യത്തിലെ വ്യക്തിയാണോ, വമ്പനാണോ, ശക്തനാണോ, വിദഗ്ധനാണോ അനുകൂലമാകേണ്ടത്, അവനെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ആ വിദഗ്ധന്മാരെ എൻ്റെ ദൈവം അനുകൂലമാക്കി തീർക്കും. ചില ശക്തന്മാരെ നിങ്ങളോടുകൂടെ ചേർക്കും. യേശുവിൻ
യേശുവിന്റെ നാമത്തിൽ നിന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിവർത്തിപഥത്തിലേക്ക് എത്താൻ ചില ശക്തന്മാർ അനുകൂലമായി തീരണമെങ്കിൽ അതിർത്തിക്കപ്പുറത്ത്, രാജ്യങ്ങൾക്കപ്പുറത്ത് കിടക്കുന്ന ചിലരെ നീ ഒരുപക്ഷെ കണ്ടിട്ടില്ലായിരിക്കാം, നീ ഒരുപക്ഷെ അവരെ കുറിച്ച് കേട്ടിട്ടില്ലായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ചില വിദഗ്ധന്മാരെ, ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില തലമുറകൾക്ക് വേണ്ടി എന്റെ ദൈവം അനുകൂലമാക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവിനാൽ ആലോചന പറയുന്നു. സൈനിടേണ്ടവർ സൈനിടും, നിയമം മാറ്റേണ്ടവർ നിയമം മാറ്റും. കുരുക്കുകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ആരെയാണോ വിദേശ രാജ്യങ്ങളിൽ, അയൽ രാജ്യങ്ങളിൽ നീ ആയിരിക്കുന്ന മണ്ണിൽ നിനക്ക് അനുകൂലമാക്കി തീർക്കേണ്ടത് എന്റെ ദൈവം അത്തരത്തിൽ ചില ദൈവപ്രവർത്തികൾ ചെയ്തെടുക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഉടാലബ ശന്തൽ ഖൗഡബ, ദൈവദാസന്മാരോട് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. പിതാവേ, നിന്നോട് പ്രിയ ദൈവദാസ, നിന്നോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന നിന്റെ തലമുറയെ കുറിച്ചുള്ളത്, അത് അവരുടെ ജീവിതത്തിൽ നിവർത്തിയാകാൻ വേണ്ടി എന്റെ ദൈവം സ്തോത്രം ചില ശക്തന്മാരെ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അനുകൂലമാക്കി തീർക്കുന്നു എന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുന്നു. നിന്നാൽ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. നിനക്ക് പരിമിതികളുണ്ട്, നിന്റെ കരം ശൂന്യമാണ്. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ശൂന്യമായിരിക്കുന്ന ചില കരങ്ങളെ ശക്തീകരിക്കാൻ അവർക്ക് കൈത്താങ്ങുമായി ദൈവം ചില ശക്തന്മാരെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. പുതിയ പ്രോജക്റ്റുകളിലേക്ക് ചിലരെ ദൈവം കടത്തിവിടുന്നുണ്ട്. ചില ശക്തന്മാരുമായ ചില ലിങ്കുകളിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ നയിക്കുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ഈ ദൂതിനെ ഏറ്റെടുക്കുക. നിന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം അത് നിന്റെ മേൽ കിടക്കുന്നതായാലും, നിന്റെ തലമുറയുടെ മേൽ കിടക്കുന്നതായാലും, നിന്റെ കുടുംബത്തിലെ ഏത് വ്യക്തിയുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തമായാലും അത് നിറവേറാൻ ഏത് പട്ടണത്തിലിരിക്കുന്ന വ്യക്തിയാണോ, ഏത് രാജ്യത്തിലിരിക്കുന്ന വ്യക്തിയാണോ അനുകൂലമായി മാറേണ്ടത്, അവൻ ഏത് ഭാഷക്കാരനായാലും, അവൻ ഏത് ജാതിക്കാരനായാലും, അവൻ ഏത് മതക്കാരനായാലും, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, അവരെ നിനക്ക് അനുകൂലമാക്കി മാറ്റും. അത് രാജാക്കന്മാരായാലും, അത് ഏത് പ്രഭുക്കന്മാരായാലും, എന്റെ ദൈവം ചിലരെ നിങ്ങളുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം അനുകൂലമായി മാറാൻ അവരെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത് സംഭവിക്കുന്നതിനായി സ്തോത്രം. ഇത് പ്രവചന ദൂതാണ്. ആരംഭത്തിലെ ദൈവാത്മാവ് നിങ്ങളോട് പറഞ്ഞ ഒരു വാക്കാണ്. ഇന്നത്തെ സന്ദേശം ഒരു പഠനമല്ല, ഇന്നത്തെ സന്ദേശം ഒരു പ്രവചന ദൂതാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവം ചിലരെ അനുകൂലമാക്കി തീർക്കുന്നു. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഈ ദൂതിനെ പറഞ്ഞ് നിങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യും. ദൈവം അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ വിടുതലുകളെ കാണാൻ പോകുന്നു, നിങ്ങൾ അത്ഭുതങ്ങളെ കാണാൻ പോകുന്നു. ഇത് അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്ന ദിവസങ്ങളാണ്. 2024 ഡിസംബർ മാസം അവസാനിക്കുന്നത് 2023 ഡിസംബർ അവസാനിച്ച പോലെയല്ല, നിരാശയോടെയല്ല. വാഴ്ത്തത്ത നിവർത്തികളെ ഉയർത്തി കാണിക്കത്തക്ക രീതിയിൽ എന്റെ ദൈവം ദൈവ പ്രവർത്തികളെ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുത്തുന്ന വർഷമാണ്. ഉടലബ ശമ്പന അടകത്തുരാജകത്തലക്ഷസിയ റീമേനി അതരം പ്രൗഢമതരകച്ചസിയെ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു ദൂതുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഹല്ലേലൂയ. അവിടെ ഒരു പദം കണ്ടോ? കാണിപ്പാനിരിക്കുന്ന ദേശം. എന്നെ കേൾക്കുന്ന ദൈവജനത്തോടും ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. നിങ്ങളെ കാണിപ്പാൻ ചില ദേശങ്ങൾ ബാക്കിയാണ്, നിങ്ങളെ കാണിപ്പാൻ ചില രാജ്യങ്ങൾ ബാക്കിയാണ്, നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുവാൻ ചില വാതിലുകൾ ഇനിയും ബാക്കിയാണ്. ഇന്ന് പകൽ വിശ്വാസത്തോടെ പ്രാർത്ഥിര്. ചില രാജ്യങ്ങളുടെ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടാൻ പോവുകയാണ്. ഉടബലവ ശബ്ദ
ശന്തന അടകതര ഗച്ഛസി എത്ര ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നില്ല. പക്ഷെ കാണിപ്പാനിരിക്കുന്ന ദേശമുണ്ടെന്ന് പരിശുദ്ധ ആത്മാവ് കഴിഞ്ഞ നാളുകളിൽ ദൂതുകൾ കൈമാറിയിട്ടുണ്ട്. പക്ഷെ രാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നില്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ചില വാതിലുകൾ ഈ 2024 രാജ്യങ്ങളുടെ വാതിലുകളെ എൻ്റെ ദൈവം തുറക്കുകയാണ്. ഇതൊരു പ്രവചന ശബ്ദമായി ഏറ്റെടുക്കുക. ദൈവം അത് ചെയ്യും. ഓ രാമ ശന്തരെ, ചില ദൈവദാസന്മാരെ നോക്കി ആലോചന പറയുന്നു. പോയ രാജ്യത്ത് തന്നെയും പിന്നെയും പോയി അതല്ലാതെ മറ്റൊരു രാജ്യം തുറക്കുന്നില്ല. ഹല്ലേലൂയ, മറ്റൊരു ദേശം തുറക്കുന്നില്ല. മറ്റൊരു മേഖല ശുശ്രൂഷയ്ക്കായി ഓപ്പണായി വരുന്നില്ല. ഹല്ലേലൂയ, മറ്റൊരു സ്റ്റേജ് നിങ്ങളുടെ മുമ്പിൽ ഒരുങ്ങപ്പെടുന്നില്ല. ഹല്ലേലൂയ, ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, അതിനെല്ലാം ദൈവം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ബന്ധനങ്ങളെ, ആ അതിരുകളെ എൻ്റെ ദൈവം തകർത്തുകൊണ്ട്, പിശാചിട്ട് അതിരുകളെ പൊട്ടിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം വിശാലതയിലേക്ക് ചിലരെ ദൈവം വഴി നടത്തുകയാണെന്ന് പരിശുദ്ധയാത്മാവ് ആലോചന പറയുന്നു. വിശ്വാസത്തോട് പറയേ, എൻ്റെ ദൈവം എന്നെ കാണിപ്പാനിരിക്കുന്ന ദേശമുണ്ട്, എൻ്റെ തലമുറയെ കാണിക്കുമെന്ന് പറഞ്ഞ രാജ്യമുണ്ട്, എൻ്റെ കുടുംബത്തെ എത്തിക്കുമെന്ന് പറഞ്ഞ രാജ്യമുണ്ട്, ഞങ്ങളെ സ്ഥിരപ്പെടുത്തുമെന്ന് പറഞ്ഞ മണ്ഡലങ്ങളുണ്ട്, ഞങ്ങൾക്ക് നന്മകൾ തരുമെന്ന് പറഞ്ഞ മേഖലകളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കാണിപ്പിക്കുമെന്ന്, ദൈവം കാണാനുണ്ടെന്ന്, ദൈവം ചെയ്യാൻ പോകുന്നുവെന്ന് കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ നോക്കി പറഞ്ഞത് സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എന്നെ നോക്കി ആരും പറഞ്ഞിട്ടില്ല ദൈവദാസ, എന്നോട് ദൂത് ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങള് ഇങ്ങനെ തന്നെ ജീവിച്ച് അവസാനിപ്പിക്കുമോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എങ്കിൽ ഇന്ന് പകൽക്കാലം അങ്ങനെ ഹൃദയത്തിനകത്ത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഈ ദൂതിനെ കൈമാറുകയാണ്. നിന്നെ കാണിപ്പാനുള്ള ദേശമുണ്ട്. നീ ഏത് സാഹചര്യത്തിനകത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണെന്ന് ദൈവത്തിന് പ്രശ്നമല്ല. ഇന്ന് പകൽക്കാലം നിന്റെ സാമ്പത്തിക നിലവാരങ്ങളോ നിന്റെ ബന്ധുബലങ്ങളോ ദൈവത്തിന് വിഷയമല്ല. ഇന്ന് പകൽ ഒരുപക്ഷെ നീ പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ നീ പാസ്പോർട്ട് എടുത്തിട്ട് നാളുകളായി ഭവനത്തിന്റെ അലമാരയ്ക്കകത്ത് വെച്ചിരിക്കുക. ഇപ്പോൾ അത് എവിടെയെന്ന് പോലും നീ അന്വേഷിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നിന്നെ കാണിപ്പാൻ ദൈവത്തിന് രാജ്യങ്ങളുണ്ട്, ദൈവത്തിന് ദേശങ്ങളുണ്ട്. എൻ്റെ കർത്താവ് അത് ചെയ്യാൻ പോകുന്നു. നീ പാസ്പോർട്ട് എടുക്കാത്ത വ്യക്തിയാണെങ്കിൽ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക. ഹല്ലേലൂയ. നീ ട്രൈ ചെയ്യാത്ത വ്യക്തിയാണ്, രാജ്യം മറ്റു വിദേശത്തേക്ക് പോകാൻ നീ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും ഒരുപക്ഷെ ലഭിച്ചിട്ടില്ലായിരിക്കാം. ദൈവം പറയുന്നു, വീണ്ടും ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുക. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ ഹൃദയത്തിനകത്ത് വിശ്വസിച്ച് ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുക. കഴിഞ്ഞ നാളുകളിൽ ശത്രു കൊട്ടിയടച്ചത് ദൈവം നിന്റെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. കണ്ണുകളടച്ച് നിങ്ങൾ ദൈവസന്നിധി വിശ്വസിച്ച് ഈ ദൂതുകൾ ഏറ്റെടുത്ത് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, ഹല്ലേലൂയ, പെൺതലമുറകൾക്ക് വേണ്ടി ചില കുടുംബങ്ങളുടെ വാതിലുകൾ ദൈവം തുറക്കാൻ പോകുന്നു. ദേശങ്ങൾക്കപ്പുറത്ത് നിന്ന് ചില ആലോചനകൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ നിന്ന് കടന്നു വരുന്നു. എൻ്റെ ദൈവം വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു വ്യക്തിയെ കാണാൻ പറ്റും. ശിമയോൻ എന്നൊരു വ്യക്തി. അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ, ലൂക്കോസ് 2 അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ അവരോട് കിടക്കുന്ന ഒരു ദൂതുണ്ട്. എന്താണ്? കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് അവനോട് ദൈവം അരുളി ചെയ്തിരുന്നു. യേശു ക്രിസ്തുവിനെ നീ കാണുന്നതിന് മുന്നമേ നീ മരണം കാണുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുകയാണ്, മാതാവേ, നിന്റെ കുഞ്ഞിന്റെ നന്മ നീ കാണാതെ മരിക്കുകയില്ല. നിന്റെ കുഞ്ഞ് ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുന്നത് കാണാതെ നിന്റെ കണ്ണടയുകയില്ല.
ഇന്നും നീ ഏത് വിഷയത്തിലാണോ ഞരങ്ങി വേദനിച്ചു കൊണ്ടിരിക്കുന്നത്, അതങ്ങനെ തന്നെ കണ്ട് നിന്റെ കണ്ണ് മറയുമെന്നല്ല. അവസ്ഥകൾ മാറും, സാഹചര്യങ്ങൾ മാറും. ദൈവത്തിന് വേണ്ടി നിന്റെ തലമുറകൾ പ്രയോജനപ്പെടും. നിന്റെ തലമുറകൾക്ക് വേണ്ടി ദൈവം രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കും. നിന്റെ തലമുറകളുടെ ഉപജീവന മണ്ഡലങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അവരുടെ കുടുംബജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തും. ആലും നിന്റെ മക്കളെയും നിന്റെ മക്കളുടെ മക്കളുടെയും ജീവിതത്തിലെ അനുഗ്രഹത്തെ കാണും. നീ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് പറയേ ഹല്ലേലൂയ. യാക്കോബ് തൻ്റെ കൊച്ചുമക്കളെ എല്ലാം അനുഗ്രഹിച്ചതിന് ശേഷം തൻ്റെ കാൽ താൻ തന്നെ എടുത്ത് കട്ടിൽ മീതെ വെച്ച് താൻ കർത്താവിനോടുകൂടെ ചേർന്നതുപോലെ നിന്നെ പരസഹായത്തോടുകൂടെ അല്ല, ഹല്ലേലൂയ, നീ ഭൂമിക്ക് ഭാരമായി, നീ നിന്റെ തലമുറയ്ക്ക് ഭാരമായി, നീ നിന്റെ കുടുംബത്തിന് ഭാരമായിട്ടല്ല ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നിന്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും അനുഗ്രഹമായി അവരുടെ അനുഗ്രഹിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ നിന്റെ കണ്ണടയുകയുള്ളൂ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോട് പറയേ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഇതൊരു പ്രവചന സന്ദേശമാണ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചത് പ്രവചനാത്മാവിനാലാണ്. ഇന്ന് പകൽക്കാലം ഈ പ്രവചന ദൂതിനെ ഏറ്റെടുത്തവർ അതാത് സ്ഥലങ്ങളിൽ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ അടച്ചാട്ടെ. വിശ്വാസത്തോടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ച ദൈവദൂതിൻ കീഴിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, നല്ലതും വിലയേറിയതുമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശത്തെ പരിശുദ്ധയാത്മാവ് അവിടെ നിന്ന് കൈമാറി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുന്നമേ, നാളുകൾക്ക് മുന്നമേ പരിശുദ്ധയാത്മാവ് ദൈവദാസന്മാരിലൂടെ കൈമാറിയ ദൈവിക ദൂതുകൾ, അതേ കർത്താവേ, പ്രാർത്ഥനാ മുറിക്കകത്ത് പരിശുദ്ധയാത്മാവ് വെളിപ്പെടുത്തിയ ദൈവവചന വെളിപ്പാടുകൾ, കൈമാറി തന്ന ദൈവിക ആലോചനകളെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓർത്തെടുക്കുകയാണ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമല്ല ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞങ്ങൾ വിശ്വാസത്തോടെ ഹല്ലേലൂയ കർത്താവേ, ഈ പ്രതികൂല സാഹചര്യത്തിന് മധ്യത്തിൽ പരിശുദ്ധനാം ദൈവം നൽകി തന്ന ആ ദൂതുകളെ, ആലോചനകളെ, വചനങ്ങളെ ഹല്ലേലൂയ ഹസ്തയുടെ താഴ്വരയിൽ നിന്നും ഒരു പ്രവചനാത്മാവിനാൽ പ്രവചിച്ചതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ തലമുറകളെ നോക്കി, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ നോക്കി, ഞങ്ങൾ ഞങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളെ നോക്കി ആത്മാവിനാൽ ആ വചനങ്ങളെ, ആ ദൈവിക ദൂതുകളെ പ്രവചനത്താൽ, പ്രവചനാത്മാവിനാൽ ഞങ്ങൾ പ്രവചിച്ചു പറയുകയാണ്. ഈ അസ്ഥികൾ ജീവിക്കും, ഇവിടെ അത്ഭുതങ്ങൾ നടക്കും, ഇതൊരു സൈന്യമായി എഴുന്നേറ്റ് വരൂ, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ ഞങ്ങൾ കാണാൻ പോകുന്നു. ജീവിക്കത്തില്ലെന്ന് ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ ദൈവം അനുഗ്രഹത്തിന്റെയും അത്ഭുതത്തിന്റെയും വിടുതലിന്റെയും ജീവന്റെയും പ്രവർത്തികളെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കണ്ണുനീരോടെ ഈ സന്ദേശത്തെ ഈ സന്ദേശത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അപ്പച്ചന്റെ പൊന്നുകരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ ദൂതുകളെ സ്വീകരിച്ച വ്യക്തി ജീവിതങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത്, തലമുറയുടെ മേൽ അവരേത് വിഷയത്തിന്റെ മീതെയാണോ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്, അവർ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ ശാരീരിക വിടുതലായിരിക്കാം, ഒരു ഭൗതിക വിടുതലായിരിക്കാം, ഒരു ആത്മീയ വർധനവിനായിരിക്കാം, ഏത് മണ്ഡലത്തിലാണോ അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അതിന്റെ മീതെ ഒരു ദൈവ പ്രവൃത്തി കാണുവാൻ സ്വർഗീയ പിതാവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് നന്മകളും പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരായിട്ടല്ല, അനുഗ്രഹങ്ങളും വിടുതലുകളും അത്ഭുതങ്ങളും ഞങ്ങൾ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവ് അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.